കേരളം കണ്ട ഏറ്റവും മികച്ച പത്രസമ്മേളനങ്ങളിൽ ഒന്നാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തിരുവനന്തപുരത്ത് നടത്തിയത്. നയപ്രഖ്യാപന സമ്മേളനത്തിന് ശേഷം നടത്തിയ ആ വാർത്താ സമ്മേളനം എന്തുകൊണ്ടും കയ്യടി അർഹിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് നയപ്രഖ്യാപനത്തിൽ ഉണ്ടായത്. പ്രധാനമായും KSRTCയിലെ സൗജന്യയാത്ര, അതിനൊപ്പം ആരെയും അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമുണ്ടായത് സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മെൻസസ് അവധിയായി 3 ദിവസം നൽകാനുള്ള തീരുമാനമാണ്. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഏവരും കൈയടിക്കുന്ന തീരുമാനം. മറ്റൊന്ന് വയോജന വകുപ്പാണ്. ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പ്രഖ്യാപിച്ച വയോജന വകുപ്പ് നടപ്പിലാക്കുമെന്ന് ഇന്ന് നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാസം 1000 രൂപ എന്ന പദ്ധതിയും ഉടൻ ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് കേരളത്തെ തുറമുഖ നഗരമാക്കുമെന്നാണ്. കേരളത്തിന്റെ വികസനത്തിന് ഒരു പുതിയ കാഴ്ചപ്പാടോടു കൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ 5 വർഷം ഭരിക്കാൻ പ്രതിജ്ഞാബദ്ധരായതെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ നയപ്രഖ്യാപനം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. എന്നാൽ അതിനുശേഷം നടന്ന വാർത്താ സമ്മേളനം എന്ത് ഭംഗിയോടുകൂടി, എത്ര വ്യക്തതയോടുകൂടിയാണ് വി.ഡി. സതീശൻ നടത്തിയത്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ 10 വർഷക്കാലം കേരളം ഭരിച്ചപ്പോൾ ആ കോവിഡ് കാലത്തെ മാറ്റി നിർത്തിയാൽ പിന്നീട് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളിലൊന്നും എല്ലാ മാധ്യമപ്രവർത്തകർക്കും ചോദ്യം ചോദിക്കാനുള്ള അർഹത ഉണ്ടായിരുന്നില്ല. ആകാശവാണിയിൽ വാർത്ത കേൾക്കുന്ന പോലെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ ദേശാഭിമാനിക്കാരനും കൈരളിക്കാരനും മാത്രം അനുമതി ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവർ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചോദ്യം ചോദിക്കുന്നവർക്ക് ഉത്തരം നൽകാതെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകുന്ന കാലം. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. അവസാനത്തെ മാധ്യമ പ്രവർത്തകനും ചോദിക്കാനുള്ള ചോദ്യം, അതിന് ഉത്തരവ് നൽകിയതിന് ശേഷമാണ് വി.ഡി. സതീശൻ ആ വേദി വിട്ട് പുറത്തേക്ക് പോയത്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, രസകരമായ ഒരു കാര്യം. അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നടത്തിയ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും കൂടിക്കാഴ്ച നടത്തിയതിന് പിറ്റേ ദിവസമാണല്ലോ റെയ്ഡ് നടന്നതെന്ന് CPM ആരോപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നർമ്മത്തിൽ ചാലിച്ച് പറഞ്ഞത്, അതെ, ഞാൻ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയോട് പറഞ്ഞു റെയ്ഡ് നടത്തണം. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞു 10 ഇടത്ത് റെയ്ഡ് നടത്താം. ഞാൻ പറഞ്ഞു പറ്റില്ല, 12 ഇടത്ത് നടത്തണം. ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ റെയ്ഡ് നടന്നതെന്ന് അദ്ദേഹം വളരെ കൃത്യമായി ഹാസ്യത്തിൽ ചാലിച്ച് പറഞ്ഞത് എല്ലാവരെയും ചിരിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും പിടിച്ചിരുത്തുന്നതുമാണ്. ഇത്തരത്തിലായിരിക്കണം ഒരു മുഖ്യമന്ത്രിയുടെ പ്രവർത്തനമെന്ന് കേരളക്കര ഒന്നാകെ ഇപ്പോൾ പറയുന്നുണ്ടാകും. നേരത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം സത്പ്രവർത്തികൾ നടത്തിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ സാധാരണക്കാരന് പര്യാപ്തമായ, സാധാരണക്കാരന് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന, മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നില്ല അദ്ദേഹം. മുൻകോപിയായ ഒരു മുഖ്യമന്ത്രി, അത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയല്ല സാക്ഷര സമ്പന്ന രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിന് വേണ്ടത്. കേരളത്തിലെ ജനങ്ങളെ കേൾക്കുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കുന്ന, ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന, മാധ്യമ പ്രവർത്തകർക്ക് കാര്യങ്ങൾ പറയാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചതിന്റെയും ആശിച്ചതിന്റെയും പരിണിത ഫലമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റോടുകൂടി കോൺഗ്രസിനെ അധികാരത്തിലേറ്റിയത്. എന്തായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ തുടക്കം ഒട്ടും മോശമായിട്ടില്ല. മികച്ച പെർഫോമൻസ് ആണ് അദ്ദേഹം സഭയ്ക്കകത്തും പുറത്തും കാഴ്ചവെക്കുന്നത്. വരും നാളുകൾ, ഒരു മാസം പോലും അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിൽ എത്തിയിട്ട് ഒരു മാസം പോലും കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നടന്നിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടില്ല. വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ, വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഏത് രൂപത്തിലായിരിക്കും, അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ഏത് തരത്തിലായിരിക്കും ഒക്കെ നമുക്ക് കണ്ടറിയാം.